സന്ധിവേദന അല്ലെങ്കിൽ പേശികൾക്കുണ്ടാകുന്ന പിടുത്തം ഇതൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ആയുർവേദത്തിൽ ഇതിനൊരു പഴയ പരിഹാരമുണ്ട്. അതാണ് ഉപനാഹസ്വേദം. വേദനകൾക്ക് ആശ്വാസം തരുന്ന ഈ ചികിത്സയെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു പ്രശ്നമാണിത്, അല്ലേ? സന്ധികളിലെ വേദനയും ഈ മസിൽ പിടുത്തവുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഒരു താളം തന്നെ തെറ്റിക്കും. അപ്പോൾ എന്താണിതിനൊരു പോംവഴി? അതിന് ആയുർവേദം പറയുന്നൊരു ഉത്തരമാണ് ഉപനാഹസ്വേദം. ഈ പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം, പക്ഷെ സംഗതി വളരെ ലളിതമാണ്. സിംപിളായി പറഞ്ഞാൽ, വേദനയുള്ള സ്ഥലത്ത് ചെറുചൂടുള്ള ഒരു ഔഷധക്കൂട്ട് പുരട്ടിവെക്കുന്ന ഒരു രീതിയാണിത്. പലതരം ഔഷധച്ചെടികളുടെ പൊടികളും എണ്ണയുമൊക്കെ ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അത് ഇളം ചൂടോടെ ശരീരത്തിൽ പുരട്ടി അതിന്റെ ഗുണങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ ഒരു ബാൻഡേജ് കൊണ്ട് മൂടിവെക്കും. പ്രധാനമായിട്ടും ജോയിന്റ് പെയിൻ, മസിൽ പുള്ള്, പിന്നെ ഈ വാദസംബന്ധമായ അസുഖങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇത് ശരിക്കും ഒരു ഒന്നൊന്നര ചികിത്സ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഉപനാഹസ്വേദം എന്ന ചികിത്സ കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണം ഇത് വേദന കുറയ്ക്കും എന്നുള്ളതാണ്. ഈ ഔഷധക്കൂട്ട് സന്ധികളിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതായത് ഒരു നാച്ചുറൽ പെയിൻ കില്ലർ പോലെ ഇത് പ്രവർത്തിക്കും. വേദനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കിട്ടാൻ ഇത് സഹായിക്കും. പിന്നെ ഈ സന്ധികളിലെ പിടുത്തവും സ്റ്റിഫ്നെസ്സുമൊക്കെയില്ലേ, അതാണ് വേദനയുടെ വേറൊരു പ്രധാന കാരണം. ഈ ചൂടുള്ള ലേപനം ആ ഭാഗത്തെ കാഠിന്യം കുറച്ചിട്ട് സന്ധികൾക്ക് നല്ല അയവും ചലനശേഷിയും കൊടുക്കും. ഈ ചികിത്സ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. രക്തയോട്ടം കൂടുമ്പോൾ സ്വാഭാവികമായും പേശികളുടെ വലിവ് കുറയും. അവിടെയുള്ള ചെറിയ കേടുപാടുകൾ വേഗത്തിൽ മാറാനും ഇത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായി ചെയ്യുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ശരി, നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. ഈ ചികിത്സയുടെ ജീവൻ എന്ന് പറയുന്നത് ഈ പേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഔഷധസസ്യങ്ങളുടെ പൊടികളുണ്ട്, കല്ലുപ്പുണ്ട്, പ്രത്യേകതരം എണ്ണകളുണ്ട്, അതോടൊപ്പം പുളിയുള്ള ചില ദ്രാവകങ്ങളും ചേർക്കും. ഉദാഹരണത്തിന് മോര് അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതായത് കാടിവെള്ളം പോലുള്ളവ ഉപയോഗിച്ചാണ് ഈ മിശ്രിതം തയ്യാറാക്കുന്നത്. ഈ ചികിത്സയിൽ ചൂടിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഈ പേസ്റ്റ് ഏകദേശം ഒരു 39 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂടാക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന നല്ല സുഖം തരുന്ന ഒരു ഇളം ചൂട്. ഈ ചൂടാണ് ഔഷധഗുണങ്ങൾ ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്നത്. ഇതിന്റെ രീതി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആദ്യം നേരത്തെ പറഞ്ഞ ചേരുവകൾ എല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം അത് വേദനയുള്ള ഭാഗത്ത് നന്നായി പുരട്ടും. അവസാനം ആ ചൂട് കൂടുതൽ നേരം നിലനിർത്താനും ഔഷധം നന്നായി ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വേണ്ടി ഒരു ബാൻഡേജ് ഉപയോഗിച്ച് ആ ഭാഗം ഭംഗിയായി കെട്ടിവെക്കും. നമ്മളിതുവരെ ഈ ചികിത്സയുടെ നല്ല വശങ്ങളെയും അതിന്റെ രീതിയുമൊക്കെയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു നിർണായകമായ മുന്നറിയിപ്പാണ്. ഉപനാഹസ്വേദം ഒരുപാട് ഗുണങ്ങളുള്ള ചികിത്സയാണെന്നതിൽ സംശയമില്ല. പക്ഷേ ഇത് നമ്മൾ സ്വന്തമായി വീട്ടിൽ ചെയ്തു നോക്കേണ്ട ഒന്നല്ല. കാരണം ഓരോ ആളുടെയും ശരീരപ്രകൃതിയും അസുഖത്തിന്റെ അവസ്ഥയും അനുസരിച്ച് ഇതിലുപയോഗിക്കുന്ന ഔഷധങ്ങളും ചികിത്സാരീതിയുമൊക്കെ മാറും. അതുകൊണ്ട് എപ്പോഴും ഒരു വിദഗ്ധനായ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ഈ ചികിത്സ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉപനാഹസ്വേദം പോലുള്ള ചികിത്സാരീതികളൊക്കെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അറിവുകളാണല്ലേ. മോഡേൺ മെഡിസിൻ ഇത്രയധികം വളർന്ന ഈ കാലത്ത് ഇത്തരം പഴയ അറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?